Hi students, CBCS സിലബസിലെ 6th സെമസ്റ്റർ BSc മാത്തമാറ്റിക്സിൻ്റെ നാലാമത്തെ സബ്ജക്റ്റാണ് ലീനിയർ ഓൾജിബ്ര. അതിൻ്റെ സിലബസ് ഇങ്ങനെയാണ്. ബ്ലിത്ത് ആൻഡ് റോബർട്ട്സണിൻ്റെ ആണ് ടെക്സ്റ്റ് ബുക്ക്. 4 മൊഡ്യൂളാണ് ഉള്ളത്. മൊഡ്യൂൾ 1-നകത്ത് മെട്രീസസിനെ കുറിച്ചാണ്. മെട്രീസസിൻ്റെ ഡെഫിനേഷന്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്, റാങ്ക്, കോളം റാങ്ക്, നോർമൽ ഫോം, കൺസിസ്റ്റൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ. മൊഡ്യൂൾ 2-ൽ ഇൻവേർട്ടിബിൾ മെട്രിക്സ്, ഇൻവേഴ്സ്, ഓർത്തോഗണൽ മെട്രിക്സ്, വെക്ടർ സ്പേസ്, സബ് സ്പേസ്, ലീനിയർ കോമ്പിനേഷൻ, സ്പാനിങ് സെറ്റ്, ലീനിയർ ഇൻഡിപെൻഡൻസ്, ബേസിസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് മൊഡ്യൂൾ 2. തേർഡ് മൊഡ്യൂളിലെ ലീനിയർ മാപ്പിംഗ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, കേർണൽ, റേഞ്ച്, റാങ്ക്, നള്ളിറ്റി, ലീനിയർ ഐസോമോർഫിസം, മെട്രിക്സ് കണക്ഷൻ, ഓർഡേർഡ് ബേസിസ്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് എങ്ങനെ ബേസിസ് ഉപയോഗിച്ച് മെട്രിക്സ് ഉണ്ടാക്കാം, ട്രാൻസിഷൻ മെട്രിക്സ്, നിൽപൊട്ടൻ്റ്, ഇൻഡെക്സ് ഓഫ് നിൽപൊട്ടൻസി. ലാസ്റ്റ് മൊഡ്യൂളിനകത്ത് ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഓൾജിബ്രിക് മൾട്ടിപ്ലിസിറ്റി, ഏഗൻ സ്പേസ്, ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി, ഏഗൻ വെക്ടർ, ഡയഗണലൈസേഷൻ, ട്രൈ ഡയഗണൽ മെട്രിക്സ്, അതിനെക്കുറിച്ചാണ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇതാണ്. പാർട്ട് എയിൽ 2, 3, 4, 3, പാർട്ട് ബി 2, 2, 3, 2. ഇപ്പോൾ നോക്കിയാൽ മതി, ഇവിടെ തേർഡ് മോഡ്യൂളിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. എസ് എ ഫസ്റ്റ് 2 മോഡ്യൂളിൽ നിന്ന് ഓരോ എസ്സേയും, തേർഡും ഫോർത്തും ഈ 2 മോഡ്യൂളിൽ നിന്ന് 2 എസ്സേ. ചിലപ്പം ഓരോ മോഡ്യൂളിൽ നിന്ന് ഓരോ എസ്സേ ആയിരിക്കും, ചിലപ്പം മൊഡ്യൂൾ 3 നിന്നായിരിക്കും 2 എസ്സേ, അല്ലെങ്കിൽ മൊഡ്യൂൾ 4 നിന്നായിരിക്കും 2 എസ്സേ. അപ്പോൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. 2020 മാർച്ചിലാണ് ഈ സിലബസിലുള്ള ആദ്യമായിട്ട് 6th സെമ്മിൻ്റെ പരീക്ഷ നടന്നത്. അപ്പോൾ ലീനിയർ ഓൾജിബ്രയുടെ ഈ സിലബസിൽ നടന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. അപ്പം ലീനിയർ ഓൾജിബ്രയ്ക്കകത്ത് മെയിനായിട്ട് പഠിക്കുന്ന ഓരോ മോഡ്യൂളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക, പഠിച്ച് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ആൻസറിനെ കുറിച്ച് പറയുന്നില്ല. നിങ്ങളത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ പാർട്ട് എയിൽ 12 ചോദ്യം, പാർട്ട് ബി 9 ചോദ്യം, പാർട്ട് സി 4 ചോദ്യം, അങ്ങനെ നമുക്കറിയാം. പാർട്ട് എയിലെ ചോദ്യങ്ങൾ: പ്രൂവ് ദാറ്റ് എവരി m by n മെട്രിക്സ് എ there is a unique m by n മെട്രിക്സ് ബി such that a plus b is equal to 0. അതായത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, അതിനെക്കുറിച്ചാണ് ഇത്. ഡിഫൈൻ ആൻ ഓർത്തോഗണൽ മെട്രിക്സ്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സ് എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ എ ട്രാൻസ്പോസ് എ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. അതായത് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അതിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും. ഡിഫൈൻ ആൻ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഉള്ള മെട്രിക്സ്. പ്രൂവ് ദാറ്റ് എ ഈസ് ഇൻവേർട്ടിബിൾ ദെൻ എ ഇൻവേഴ്സ് ട്രാൻസ്പോസ് ഈക്വൽ എ ട്രാൻസ്പോസ് ഇൻവേഴ്സ്. അതായത് ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സും ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസും സെയിം ആയിരിക്കും. ഡിഫൈൻ എ ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ് വി. പ്രൂവ് ദാറ്റ് സെറ്റ് 1, 1, 1 - 1 ഈസ് എ ബേസിസ് ഓഫ് R2. അപ്പോൾ ഇതെന്താണ്? ബേസിസ് എന്ന് വെച്ചാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം, സ്പാൻ ചെയ്തിരിക്കണം. ഇനി ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ? ഇവിടെ 2 ഉള്ളെങ്കിൽ ഒന്ന് മറ്റേൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ല എന്ന് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ 1, 1, 1 - 1 എന്ന് പറഞ്ഞാൽ 2/2 മെട്രിക്സ് എഴുതിയിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പം നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഓൾറെഡി അത് സ്പാൻ ചെയ്യും. ഡിഫൈൻ ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് വി, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് Rn of x. ഒരു വെക്ടർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ അതിനകത്തെ ബേസിസിൻ്റെ നമ്പറാണ്. ബേസിനകത്ത് എത്ര എലമെൻ്റ് ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് ഡയമെൻഷൻ. Rn of x-ൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ n+1 ആണ്. ഡിഫൈൻ ഡിപ്പാർച്ചർ സ്പേസ് ആൻഡ് അറൈവൽ സ്പേസ് ഓഫ് എ ലീനിയർ മാപ്പിംഗ്, ഗിവ് ആൻ എക്സാമ്പിൾ. അതായത് ഒരു മാപ്പിംഗ് പറയുകയാണെങ്കിൽ ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റ്, അതിൽ ആദ്യത്തെ സെറ്റാണ് ഡിപ്പാർച്ചർ സ്പേസ്, എങ്ങോട്ടാണോ എത്തുന്നത് അതാണ് അറൈവൽ സ്പേസ്. ഒരു എക്സാമ്പിൾ. ഡിഫൈൻ ലീനിയർ ഐസോമോർഫിസം ഓഫ് വെക്ടർ സ്പേസസ്, ഗീവ് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ലീനിയർ ഐസോമോർഫിസം എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഡിഫൈൻ ആൻ ഓർഡർ ബേസിസ് ഓഫ് എ വെക്ടർ സ്പേസ്. പ്രൂവ് ദാറ്റ് എവരി ബേസിസ് ഓഫ് n എലമെൻറ്റ്സ് ഗീവ് റൈസ് ടു n ഫാക്ടോറിയൽ ഡിസ്റ്റിങ്ക്ട് ഓർഡേർഡ് ബേസിസ്. അപ്പോൾ ഓർഡേർഡ് ബേസിസ് എന്താണ് ഒരു വെക്ടർ സ്പേസിൻ്റെ? പിന്നെ ഈ പ്രൂഫ്. ഡിഫൈൻ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ദ ബേസിസ് VIM ടു ദ ബേസിസ് VI'(m) ഓഫ് എ വെക്ടർ സ്പേസ് വി. അതായത് ഒരു m by m മെട്രിക്സ് ആയിരിക്കും. അതായത് ആദ്യത്തെ ഇതിലെ V1 എന്ന് പറഞ്ഞ ആൾ VI' ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് താഴോട്ട് എഴുതുക.
അങ്ങനെ ഓരോന്നിൽ താഴോട്ട് എഴുതുമ്പോൾ നമുക്ക് മെട്രിക്സ് കിട്ടും. ഇഫ് ലാംഡ ഈസ് ആൻ ഏഗൻ വാല്യൂ ഓഫ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എ, then prove that lambda inverse is eigen value of A inverse where lambda not equal to 0. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എളുപ്പമുള്ളതാണ്. ഡിഫൈൻ ഏഗൻ വാല്യൂ ഓഫ് എ ലീനിയർ മാപ്പ് ആൻഡ് ഏഗൻ വെക്ടർ. ഏഗൻ വാല്യൂ എന്താണ്? ഏഗൻ വെക്ടർ ആണ്. ഡിഫൈൻ ഡയഗണൈസബിൾ ലീനിയർ മാപ്പ് ആൻഡ് ഡയഗണൈസബിൾ മെട്രിക്സ്. അപ്പോൾ എന്തായാലും ബേസിസ് ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടുന്നതാണ് ഡയഗണൈസബിൾ ലീനിയർ മാപ്പ് എന്ന് പറയുന്നത്. ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്തോ, അത് ഒരു ഇൻവേഴ്സ് ഡി പി എന്ന് എഴുതാം. ഡി ഒരു ഡയഗണൽ മെട്രിക്സ്. പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആണ് ഈ മെട്രിക്സിൻ്റെ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് ഈ മെട്രിക്സിൻ്റെ റോ റാങ്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ m/n r അതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ m/n മെട്രിക്സ് ആണ്. അതൊരു വെക്ടർ സ്പേസ് ആണെന്ന്. അപ്പോൾ വെക്ടർ സ്പേസ് എന്താണ്? അതിൻ്റെ പ്രോപ്പർട്ടീസ്, കുറേ പ്രോപ്പർട്ടീസ് ഇല്ലേ, ആ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നു പ്രൂവ് ചെയ്യുക. പ്രൂവ് ദാറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് എനി സെറ്റ് ഓഫ് സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി. അതായത് ഒരു വെക്ടർ സ്പേസിൻ്റെ കുറേ സബ്സ്പേസുകളുണ്ട്, അതിൻ്റെ ഇൻ്റർസെക്ഷൻ എപ്പോഴും സബ്സ്പേസ് ആയിരിക്കും, പക്ഷേ യൂണിയൻ ആവത്തില്ല. അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ ഇൻ്റർസെക്ഷൻ ആകും, അപ്പോൾ അതിൻ്റെ പ്രൂഫ് എഴുതണം. ഡിഫൈൻ ഇൻജക്റ്റീവ് ലീനിയർ മാപ്പിംഗ്. പ്രൂവ് ദാറ്റ് ഇഫ് ദ ലീനിയർ മാപ്പിംഗ് എഫ് ഫ്രം വി ടു ഡബ്ല്യു ഈസ് ഇൻജക്റ്റീവ് ആൻഡ് സെറ്റ് വി1 വി2 എക്സെട്ര vn ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി, ദെൻ എഫ് ഓഫ് വി1 എഫ് ഓഫ് വി2 എക്സെട്ര എഫ് ഓഫ് vn ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പ്രൂഫ് പഠിക്കണം, ശരിക്കും എഴുതി പഠിക്കണം. ഡിഫൈൻ റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് എ ലീനിയർ മാപ്പിംഗ്. ഫൈൻഡ് ദ റാങ്ക് ആൻഡ് നള്ളിറ്റി ഓഫ് PRI ഫ്രം R3 to R defined by PR1 of XYZ is equal to X. അപ്പം റാങ്ക് എന്താണ്, നള്ളിറ്റി എന്താണ്? അപ്പം നമ്മുടെ ഡിപ്പാർച്ചർ ഉണ്ട്, അറൈവൽ സ്പേസ് ഉണ്ട്. അതിലെ ആദ്യത്തെ അതായത് ഐഡൻറ്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുന്ന, അറൈവൽ സ്പേസിലെ ഐഡൻറ്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ് നൾ സ്പേസ്. അതിൻ്റെ ഡയമെൻഷനാണ് നള്ളിറ്റി. അതേപോലെ റാങ്ക് എന്ന് വെച്ചാൽ റോ നമ്മുടെ റേഞ്ചിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ഇവിടെ R3 to R എഫ് ഓഫ് നോക്കി XYZ എന്തോ എക്സിലോട്ട് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ നള്ളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ കമ്പോണൻറ്റ് സീറോ, ബാക്കി എന്ത് വേണേലും ആകാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നള്ളിറ്റി കിട്ടും. എന്നിട്ട് 3 മൈനസ് നള്ളിറ്റി ചെയ്യുമ്പോൾ റാങ്ക് കിട്ടും. ഓക്കെ, let V and W be vector spaces each of dimension n over a field F. If F from V to W is linear, then prove that F is surjective if and only if F is bijective. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശരിക്കും എഴുതി പഠിക്കണം. Define a nilpotent linear mapping F on a vector space V of dimension n over a field F. What is mean by index of nilpotency of F? അതായത് സ്മോളസ്റ്റ് ഇൻഡിജർ എപ്പോഴും 0 ആണ്. a⁻i = 0 വരുന്ന i. ഓക്കെ, സപ്പോസ് ദാറ്റ് എഫ് ഈസ് നിൽപോട്ടൻ്റ് ഓഫ് ഇൻഡെക്സ് p if x element of V is such that f power p-1 of x not equal to 0. Prove that set x, f of x, f square x, etc. f p-1 x is linearly independent. ഇനി ഈ മെട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കുക. ഇനി ഇങ്ങനൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതൊരു n/n ട്രൈ ഡയഗണൽ മെട്രിക്സ് ആണ്. ട്രൈ ഡയഗണൽ എന്ന് കണ്ടോ, ഡയഗണൽ ഉണ്ട്, അതിൻ്റെ തൊട്ട് മേളത്തെ ഡയഗണൽ ഉണ്ട്, തൊട്ട് താഴത്തെ ഉണ്ട്, അങ്ങനെ 3 ഡയഗണൽ. പ്രൂവ് ദാറ്റ് ഇറ്റ്സ് ഡയമെൻഷൻ ഈസ് n+1. essay questions. Prove that if A is an m/n matrix, then the homogeneous system of equation Ax is equal to 0 has a non-trivial solution if and only if rank of A less than n. Show that the matrix, this matrix is of rank 3. Find matrices P and Q such that PAQ is equal to I3 0. Show that the system of equation x plus y plus z plus t equal to 4x plus beta y plus z plus t equal to 4, x plus y plus beta z plus 3 minus beta of t equal to 6, 2x plus 2y plus 2z plus beta t equal to 6 as a unique solution if beta not equal to 1,2. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം കേട്ടോ. Prove that p of x equal to 2 plus x plus x square and q of x is equal to x plus 2x square, r of x is equal to 2 plus 2x plus 3x square is linearly dependent. ഇനി S1 ഉം S2 രണ്ട് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ്
വെക്ടർ സ്പേസ് സച്ച് ദാറ്റ് S1 സബ്സെറ്റ് ഓഫ് S2. അങ്ങനെയാണെങ്കിൽ S2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ S1 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. S1 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ S2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. S1 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ S2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ വലിയ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ചെറിയ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ചെറിയ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ വലിയ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്പേസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇതിലെ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് നോക്കാൻ ഇതൊരു 3/3 മെട്രിക്സ് എടുത്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിപ്പെൻഡ് ആയിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഡിഫൈൻ ഇമേജ് എഫ് ആൻഡ് കേർണൽ എഫ് വേർ എഫ് ഈസ് എ ലീനിയർ മാപ്പിംഗ് ഫ്രം വെക്ടർ സ്പേസ് ടു എ വെക്ടർ സ്പേസ്. അപ്പോൾ അത് ഇമേജ് എഫ് കേർണൽ എഫ് അതിൻ്റെ ഡെഫിനിഷന്. ഇനി ഒരു മാപ്പ് വന്നിട്ടുണ്ട് FA ഫ്രം MATN/n of R to MATN/1 of R by FA of XA is equal to AX. അതിൻ്റെ കേർണൽ ഇമേജ് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഒരു മാപ്പ് വന്നിട്ടുണ്ട്, അതിൻ്റെ കേർണലും ഇമേജ് എഫ് കണ്ടുപിടിക്കുക. ഡിഫൈൻ സിമിലർ മെട്രിക്സ് ആൻഡ് സ്റ്റേറ്റ് വെദർ സിമിലർ മെട്രിക്സ് ഹാവ് സെയിം റാങ്ക്. സിമിലർ മെട്രിക്സിന് സെയിം റാങ്ക് ആയിരിക്കും. അപ്പോൾ എയും ബിയും സിമിലർ ആണെങ്കിൽ A ട്രാൻസ്പോസും B ട്രാൻസ്പോസും സിമിലർ ആണ്, അത് പ്രൂവ് ചെയ്യാൻ. ചെക്ക് വെദർ ഫോർ എവരി ഗാമ എലമെൻറ്റ് ഓഫ് ആർ ദ കോംപ്ലക്സ് മെട്രീസസ്, ഈ രണ്ട് മെട്രീസസ് സിമിലർ ആണെന്ന് കാണിക്കുക. പ്രൂവ് ദാറ്റ് ദ റിലേഷൻ ഓഫ് ബീയിങ് സിമിലർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ എന്ന് വെച്ചാൽ എന്താ? റിഫ്ലക്സ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കുക. ഓക്കെ.